പ്രിയ സുഹൃത്തുക്കളെ, വെൽക്കം ടു ഹൈ സ്റ്റോറീസ്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് പ്രശസ്തമായ പഞ്ചതന്ത്രത്തിലെ രണ്ടാമത്തെ കഥയാണ്. അപ്പോൾ എപ്പിസോഡ് 2, ആപ്പൂരിയ കുരങ്ങൻ. ഒരിടത്ത് ധനികനായ ഒരു വ്യാപാരി ഒരു വനമേഖലയിൽ ഒരു വലിയ കെട്ടിടം പണിയാൻ തുടങ്ങി. ഒരു ദിവസം ഒരു കൂട്ടം കുരങ്ങന്മാർ, കൽപ്പണിക്കാരും ആശാരിമാരും ഊണ് കഴിക്കാൻ പോയ സമയത്ത് അവിടെ എത്തിച്ചേർന്നു. ഒരാശാരി ഒരു മരം പാതി പിളർന്ന് പിളർപ്പിനിടയിൽ ഒരു തുണ്ട് ആപ്പ് തിരികെ വെച്ചിരുന്നു. കൂട്ടത്തിലൊരു കുരങ്ങൻ ആ മരത്തടിയിൽ ചെന്ന് വിശാലമായി ഇരുന്ന് 2 കൈകൊണ്ടും ആപ്പ് വലിച്ചിളക്കി ഊരിയെടുത്തു. ആപ്പ് ഊരിപ്പോന്നപ്പോൾ പിളർപ്പ് ഒന്നിച്ചുകൂടുകയും വൃഷ്ണങ്ങൾ ചതഞ്ഞ് കുരങ്ങൻ ചത്തുപോവുകയും ചെയ്തു. കടകൻ പറഞ്ഞു, അതുകൊണ്ടാണ് ബുദ്ധിമാന്മാർ വേണ്ടാത്തതിലൊന്നും ഇടപെടരുത് എന്ന് പറയുന്നത്. സിംഹം തിന്നിട്ട് ബാക്കി വരുന്ന ഭക്ഷണം മതിയല്ലോ നമുക്കൊക്കെ ജീവിക്കാൻ. ദമനകന് ഈ പറഞ്ഞത് അത്ര രസിച്ചില്ല. അവൻ പറഞ്ഞു, വെറുതെ വയറ് നിറയ്ക്കുക മാത്രം ചെയ്താൽ പോരാ. ഒരുവനെ ആശ്രയിച്ച് വളരെ പേർ കഴിയുന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതമാണ് ധന്യം. അല്പം എന്തെങ്കിലും കിട്ടിയാൽ സന്തുഷ്ടനാകുന്നത് ഹീനപുരുഷൻ്റെ ലക്ഷണമാണ്. സ്വന്തം കുടുംബത്തിനും കുലത്തിനും മുഴുവനായി നന്മ വരുത്തി ശോഭിക്കാത്തവൻ അങ്ങനെയുള്ള ഒരാളെ ജനിച്ചതായി കണക്കാക്കേണ്ടതില്ല. ഇത് കേട്ട് കരടകൻ പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. എന്നാൽ രാജസന്നിധിയിൽ യാതൊരു പ്രാധാന്യവുമില്ലാത്ത നമ്മൾ ചോദിക്കാതെ വല്ലതും പറഞ്ഞാൽ പരിഹാസപാത്രമാകുകയേ ഉള്ളൂ. ഫലമുണ്ടാകുമെന്ന് ഉറപ്പുള്ള സ്ഥലത്തെ വാക്കുകൾ പ്രയോഗിക്കാവൂ. ഈ വാദം ദമനകന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവൻ പറഞ്ഞു, പഠിപ്പോ തറവാടിത്തമോ ഇല്ലെങ്കിലും എപ്പോഴും കൂടെ നിൽക്കുന്നവനെ രാജാവ് ഇഷ്ടപ്പെടും. ബുദ്ധിയുള്ളവന് രാജാവിനെ ആശ്രയിച്ച് ഉയർന്ന സ്ഥാനത്തെത്താം. അപ്പോൾ കരടകൻ ചോദിച്ചു, നീ ഇപ്പോൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്? ദമനകൻ പറഞ്ഞു, നമ്മുടെ യജമാനൻ ഭയപ്പെടാനുള്ള കാരണം ചോദിച്ചറിഞ്ഞ് അതിന് ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കും. അപ്പോൾ കരടകൻ ചോദിച്ചു, നമ്മുടെ യജമാനൻ ഭയപ്പെട്ടിരിക്കുകയാണെന്ന് നീ എങ്ങനെ അറിഞ്ഞു? അപ്പോൾ ദമനകൻ പറഞ്ഞു, മുഖഭാവം, ചേഷ്ടകൾ, വാക്കുകൾ, നോട്ടം എന്നിവയിൽ നിന്ന് തുറന്നു പറയാതെ തന്നെ മനസ്സിലുള്ളത് അറിയാൻ സാധിക്കും. ഞാൻ എൻ്റെ ബുദ്ധിവൈഭവം കൊണ്ട് മന്ത്രിപദം നേടിവരും. കരടകൻ ചോദിച്ചു, രാജസേവ അറിഞ്ഞുകൂടാത്ത നീ എങ്ങനെയാണ് രാജാവിൻ്റെ വിശ്വാസം നേടിയെടുക്കുക? ദമനകൻ പറഞ്ഞു, കുട്ടിക്കാലത്ത് മുതിർന്നവർ നീതിശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ശൂരനും വിദ്വാനും രാജസേവ അറിയുന്നവനുമാണ് ഭൂമിയുടെ സമ്പത്ത് അനുഭവിക്കുന്നത്. വിശന്നു പൊരിഞ്ഞാലും കൊള്ളരുതാത്തവനെ ചെന്ന് ആശ്രയിക്കരുത്. രാജമാതാവ്, രാജപത്നി, രാജകുമാരൻ, മുഖ്യമന്ത്രി, പ്രധാന പുരോഹിതൻ, കൊട്ടാരം കാവൽക്കാരൻ എന്നിവരെ രാജാവിനെ പോലെ തന്നെ ബഹുമാനിക്കണം. രാജാവ് സമ്മാനിച്ച വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് വേണം രാജസന്നിധിയിൽ എത്താൻ. അന്തഃപുരത്തിലെ ഭൃത്യന്മാരോടും രാജപത്നിമാരോടും രഹസ്യമായി സംസാരിക്കരുത്. ചൂതുകളി, മദ്യപാനം, പരസ്ത്രീ സേവ ഇതൊന്നും പാടില്ല. മര്യാദയുടെ അതിർത്തി വിട്ട് പെരുമാറരുത്. എതിർത്ത് പറയരുത്. ഇങ്ങനെ ശ്രദ്ധാപൂർവം നടക്കുന്നവനെ രാജാവ് ഇഷ്ടപ്പെടും. കരടകൻ ചോദിച്ചു, നീ ഇപ്പോൾ പോയിട്ട് എന്തു പറയും? ദമനകൻ പറഞ്ഞു, മറുപടിക്ക് മറുപടി ഉണ്ടാകുന്നു. ഞാൻ സമയം നോക്കിയല്ലാതെ ഒന്നും പറയുകയില്ല. കരടകൻ പറഞ്ഞു, ഇഷ്ടം പോലെ ചെയ്തുകൊള്ളുക, നല്ലത് വന്നു ഭവിക്കട്ടെ. ദമനകൻ പിങ്കളകൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു. ദമനകൻ വന്നപ്പോൾ പിങ്കളകൻ അവനെ പീഠം നൽകി ഇരുത്തി കുശലമന്വേഷിച്ചു. ദമനകൻ സവിനയം ഉത്തരം നൽകി, അങ്ങ് ഈയിടെയായി ഞങ്ങളെ തീരെ ഗവനിക്കുന്നില്ല. എന്നാൽ ഞങ്ങൾ പരമ്പരയായിട്ട് അങ്ങയുടെ ഭൃത്യരാണ്. ഏതാപത്തിലും ഒപ്പമുണ്ട്. എന്നിട്ടും അധികാരവും ലഭിക്കുന്നില്ല. ഭൃത്യരെയും ആഭരണങ്ങളും യോഗ്യമായ സ്ഥലത്ത് വേണം വയ്ക്കാൻ. ഞാൻ വെറുമൊരു കുരങ്ങനാണെന്ന് കരുതി എന്നെ അവഗണിക്കരുത്. ഇതെല്ലാം കേട്ടപ്പോൾ പിങ്കളകൻ പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ദമനകൻ ചോദിച്ചു, അങ്ങ് വെള്ളം കുടിക്കാതെ ഇവിടെ വന്നിരിക്കുന്നതെന്തേ? പിങ്കളകൻ പറയാൻ മടി കാണിച്ചപ്പോൾ ദമനകൻ പറഞ്ഞു, പുറത്തു പറയാൻ പാടില്ലാത്തതാണെങ്കിൽ പറയണ്ട. എല്ലാവരോടും എല്ലാം പറയാൻ പാടില്ലല്ലോ. ഭാര്യയോട് പറയുന്നതെല്ലാം അമ്മയോട് പറയാൻ പാടില്ലല്ലോ. അതുപോലെ അമ്മയോട് പറയുന്നതെല്ലാം ഭാര്യയോടും പറയരുതല്ലോ. പക്ഷേ ആത്മാർത്ഥ സുഹൃത്തുക്കളോടും മന്ത്രിമാരോടും എല്ലാം പറയാം. ഇത് കേട്ടപ്പോൾ പിങ്കളകൻ വിചാരിച്ചു, ഇവൻ ആള് കൊള്ളാമല്ലോ. ഗുണവാനായ ഭൃത്യന്മാരോട് ദുഃഖങ്ങൾ അറിയിച്ചാൽ ആശ്വാസമുണ്ടാകും. ഇങ്ങനെ ആലോചിച്ച് അവൻ നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, ഈ കാട്ടിൽ നിന്ന് പോകാനാണ് ദമനക ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ കാട്ടിൽ ഏതോ ഒരു അസാധാരണ സത്വം വന്നുകൂടിയിരിക്കുന്നു. ദൂരെ നിന്ന് കേൾക്കുന്ന ആ വലിയ ശബ്ദം
അതിൻ്റേതാണ്. ദമനകൻ ഉപദേശിച്ചു, എന്തോ ഒരു ശബ്ദം കേട്ട് പേടിച്ച് പൂർവികർ സമ്പാദിച്ചു തന്ന ഈ കാട് വിട്ടുപോകുന്നത് ശരിയല്ല. ധീരനായ രാജാവ് എത്ര ഭയങ്കരനായ ശത്രുവിനെയും ഭയപ്പെടുകയില്ല. വിധി ഭീരുക്കളെ മാത്രമേ തളർത്തി കളയുകയുള്ളൂ. ശബ്ദം കേട്ട് ധാരാളം മാംസം കിട്ടുമെന്ന് കരുതി അകത്ത് കിടന്ന് നോക്കിയപ്പോൾ വെറും മരത്തോല് മാത്രം കണ്ട കുറുക്കൻ്റെ കഥ കേട്ടിട്ടില്ലേ? പിങ്കളകൻ്റെ ആവശ്യപ്രകാരം ദമനകൻ ആ കഥ പറഞ്ഞു. അതാണ് മൂന്നാമത്തെ കഥ. മൂന്നാമത്തെ കഥ നാളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. അപ്പോൾ താങ്ക് യു ഓൾ ഓഫ് യു.